അവൻ தான் മാക്സിമം തെറ്റ് பண்ணுறான். അത് പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് പോയിട്ടുണ്ട്, കോടതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. 4 വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട്. ഒരു പിന്നാക്കും ഇവിടെ നടന്നിട്ടില്ല. പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മീഷൻ. മിഡാനി. അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, റിപ്പോർട്ട് കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം മിക്ക നടന്മാരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആക്ടർ ബാല, അദ്ദേഹം കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം തട്ടിയും കുട്ടിയൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മഴവിലോ ഏഷ്യാനെറ്റോ അങ്ങനെയൊക്കെയുള്ള ഒരു ലൈവായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് പറയുന്നത്. സത്യത്തില എന്തോ അവരൊക്കെ വരുമ്പോൾ പറയൂല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് എനിക്കും അറിയാം, നിനക്കും അറിയാം. ഇത് സുമ്മാ ഒരു കോമൺ സെൻസോടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രയോ വർഷങ്ങൾ മുമ്പ് ഇത് സങ്കടത്തോടെ ഞാൻ പറയുന്നത്, എത്രയോ വർഷങ്ങൾ മുമ്പ് എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് മുമ്പ് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുക. നാളെ ഈ സത്യത്തിക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാവും. 100% അവർ തോറ്റുപോകും. അവരുടെ നിയമം തോറ്റുപോവുക അല്ലേ? അതാണ് എനിക്ക് ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം. ഒരു ക്രിമിനൽ കേസും ഇതുവരെ അതിലില്ല. അങ്ങനെ വന്നാലും ആൾറെഡി രജിസ്റ്റേർഡ് ക്രിമിനൽ കേസുക്കേ കേരളത്തിൽ ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല. ஒரு சிறிய இன்சிடென்ட் சொல்கிறேன், ஒரு சின்ன இன்சிடென்ட் நிறையா இருக்குது. இப்போ என்னென்னா ஏதாவது ஒரு பெண்ணு கேஸோ ஏதோ ஒரு கேஸுனால் துபாய்க்கு ஓடி போயிருவீங்க. எப்படி துபாய்க்கு ஓடி போவோம். துபாய்க்கு ஓடி போய் 1 மாதம் இருக்கும். அந்த ரீசன் எந்த? 1 மாதத்தில் நீங்கள் எல்லோரும் மறந்து போவோம். எத்தனை நாள் நியூஸ் இடும்? ஒரு 4 ദിവസം 5 ദിവസം 6 ദിവസം. ഇപ്പോൾ അവിടെ പോയി ദുബായിൽ പോയിട്ട് നല്ല കല്ല് കുടിച്ചിട്ട് ജാലിயாக இருக்கேன் துபாயில். அப்புறம் ஜாமீனும் கிட்டும், ஒரு 20-25 ദിവസം ஜாமீன் கிட்டும். அதுக்கப்புறம் ஒரு 10 ദിവസத்தில் பெண்ணினை விழித்து இதை பாருமா காம்ப்ரமைஸ் பண்ணிக்கலாம், உனக்கு ஒரு 20 ലക്ഷം 30 ലക്ഷം. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, ആർക്കും പിടിക്കത്തില്ല. പണ്ടും ബാല കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴും ബാല എടുത്തിട്ട് മലർത്തി അടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ പിന്നെ ചില ഗോപി അണ്ണന്മാരെയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നടന്നതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം അണ്ണൻ ഓടക്കുഴലുമായിട്ട് നടക്കുകയാണ്, വീണ വായിക്കാനൊക്കെയാണെന്നും പറഞ്ഞു. കാരണം അവർക്കൊക്കെ ആണല്ലോ ഇപ്പോൾ മാർക്കറ്റ്. ഓക്കെ, എന്തായാലും ഇദ്ദേഹം പറയുന്ന കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഓരോ കോപ്രായങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് പോകുമ്പോൾ അങ്ങ് നാട് കിടക്കും. ഇപ്പോൾ കുറച്ച് നാൾ അവിടെയും ദുബായിലും അവിടെയൊക്കെ കടന്ന് റമ്മാദിച്ച് കഴിയും. പിന്നെ പോലെ പെൺകുട്ടിയെ വിളിച്ച് സെറ്റിൽമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ കേസും കാര്യങ്ങളും വക്കാലമായിട്ട് പോകണമെങ്കിൽ ഓക്കെ, സെറ്റിൽമെൻറ്റ് എത്രയെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് അതും മേടിച്ചിട്ട് ആ കേസ് അങ്ങ് നൈസായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെ. കാരണം അദ്ദേഹത്തിന് അറിയാം നല്ല രീതിയിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ സിനിമ ഇൻട്രസ്റ്റ്, അതായത് വലിയൊരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊന്ന് കങ്കുവയുടെ ഡയറക്ടർ ബാലയുടെ ചേട്ടനാണ് ശിവ. അപ്പോൾ പിന്നെ എന്താ പറയണ്ടത്, അദ്ദേഹത്തിന് ഈ സിനിമയുടെ A to Z കാര്യങ്ങൾ അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അതിൽ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കാര്യം പറയാം, യു ബിക്കം ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരു കേസ് കൊടുത്തിരിക്കുന്നു, ഒരു പെണ്ണ് ഒരു കേസിന് പറയുമ്പോൾ എவ்வளோ ഗട്ട്സ് വേണം. കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും അറിയും, നാട്ടുകാരെല്ലാവരും അറിയും. அந்த ப்ராசஸில் സ്റ്റേഷൻ കയറേണ്ടി വരും, കോടതി കയറേണ്ടി വരും. എല്ലാവരും എന്ത് പറയും, ഇവളോട് ഇങ്ങനെ പറയുള്ളൂ. அந்த ப்ராசஸ் நீ 1 வருஷம் 2 வருஷம் 3 வருஷம்னா താങ്ങത്തില്ല, അവർ താങ്ങത്തില്ല. അവസാനം இந்த സൊസൈറ്റി നിയമം എന്നെ പണിത് അവരെ ചീത്തയാക്കുന്നത്, തെറ്റായിട്ടുള്ള പെണ്ണായി ആക്കുന്നുണ്ട്. എങ്ങനെ? സെറ്റിൽമെൻറ്റ് ചൊല്ലി ഔട്ട്സൈഡ് ദ കോർട്ടിൽ കാശ് കൊടുക്കാൻ പറ്റുക, அந்த കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് വേശിയാവുന്നത്. അല്ലാണ്ട് വഴിതെറ്റി പോകുന്ന ആ സിറ്റുവേഷനിലല്ല. ഈ നിയമത്തിക്ക് ഒരു റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട് ഈ സൊസൈറ്റി മുമ്പ് നിൽക്കുമ്പോൾ അല്ല, സെറ്റിൽമെൻറ്റ് പോയി കാശ് മേടിക്കുമ്പോൾ ആണ് ചീത്തയാവുന്നത്. വേറെ വഴിയില്ല അവർക്ക്. சரி, இப்போ நான் ஓப்பனாகிட்டு இந்த சேனல் முன்பு சொல்கிறேன், என்ன ஒரு ஏஷியானெட் நியூஸ்லையோ மனோரமா நியூஸ்லையோ என்னை വിളിച്ച് ലൈവിൽ ഇടാൻ പറയാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇടാൻ പറയാം. എൻ്റെ ലൈഫിൽ നടന്ന കാര്യം ഞാൻ പറയാം. ഇതിനു മുമ്പ് ബാല എന്ന് പറയുന്ന വ്യക്തി പേര്
ഏഷ്യാനെറ്റോ ഒരു മനോരമയോ ഒക്കെ ന്യൂസിലുണ്ടെങ്കിൽ ലൈവായിട്ട് വന്നാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ. അത് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടൊരു വ്യക്തി, അദ്ദേഹം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കത്തി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പൊക്കെ. ഇപ്പം പിന്നെ വല്ലപ്പോഴൊക്കെ വന്ന് പോയി ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ വഴി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ തന്നെ അറിയാമല്ലോ, ഓരോ കേസും പക്കാണും ഒക്കെ അതിൻ്റെ പുറകിന് പോയി സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ പോയി അതിൽ നിന്ന് എന്തെങ്കിലും പൈസ മേടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പേര് വിടുകയും ചെയ്യും, അവളാണ് മറ്റേവളാണ് മറിച്ചതാണെന്നൊക്കെ തന്നെ. നമ്മുടെ ആൾക്കാർ തന്നെയാണ് അറിയാലോ. ഒന്ന് ചിരിച്ച് കാണിച്ച് ഒരു പെൺകുട്ടി ചിരിച്ചാണ് അവിടെ അവളെ നോക്കി ചിരിക്കുന്നു, അല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്നും കൂടെ ചിരിച്ചാണ് അവിടെ അവൾ പോക്ക് കേസ് തന്നെയാണ്, അവളെ എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റാക്കാം ആ രീതിയിൽ തന്നെ. അല്ലെങ്കിൽ ഒരു പേര് വിടും കോഴി എന്നും പറഞ്ഞ്. അതാണ് ഇവിടുത്തെ രീതികൾ. ഞാനങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തായാലും ഇതേ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബാല. ഇടയ്ക്ക് ബാലയുടെ സംസാരം കേട്ടാൽ എന്താ പറയണ്ടേ, എല്ലാവരും പറയും ഇവനെന്തോ മാനസികമായിട്ട് വിഷയങ്ങൾ, മാനസിക രോഗിയായി, പണ്ടിങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ബാല. എല്ലാവരും എന്തോ ഒരുമാതിരി ഇതാക്കി വിട്ടേക്കുമായിരുന്നു. ഇപ്പം അന്ന് ആരൊക്കെ താഴ്ത്തിട്ടോ അവരൊക്കെയാണ് ഇന്ന് സ്റ്റാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ വിനയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് സംസാരിക്കുമ്പം. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം സത്യത്തിൽ. ആദ്യം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം, ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഇറക്കാൻ പറ്റിയാ, അത് മുകളിലും ഇല്ല ഒറ്റും താഴെയില്ല, നടുക്ക് നിൽക്കാൻ പറ്റിയാ, അവൻ தான் மேக்ஸிமம் തെറ്റ് பண்ணுறான். അത് പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് പോയിട്ടുണ്ട്, കോടതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്, 4 വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട്. ഒരു പിന്നാക്കും ഇവിടെ നടന്നിട്ടില്ല. പിന്നെയാണ് നിങ്ങളുടെ ഹിമ കമ്മീഷൻ കലക്കി. കാരണം 4 വർഷം കൊണ്ട് നടക്കുന്ന പ്രമുഖന്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏത് മഹാൻ നടനാണ് ബാല ഉദ്ദേശിച്ചത്, പിന്നാണോ ഈ ഹേമ കമ്മീഷൻ. ഇത് കുറച്ച് ദിവസത്തെ ആളിക്കത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ പിന്നെയും എല്ലാവരും അണഞ്ഞങ്ങ് പോവുകയും ചെയ്യും. ഇപ്പം ഒരാഴ്ച 2 ആഴ്ച ഇവർ ട്രെൻഡിങ്ങിൽ കയറും. അവസാനം ഇപ്പം ഈ കയറ്റുന്ന ആൾക്കാർ തന്നെ ഇറക്കി താഴെ ഇടുകയും ചെയ്യും. വെറുതെ ഈ ന്യൂസ് കാരെയും ആരെയും ഒന്നും നമ്പുകയൊന്നും ചെയ്യല്ലേ ദയവ് ചെയ്ത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ആര് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നോ അവരെ കൂടെ പിടിക്കുക, കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുക. പിന്നെ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ബാലയ്ക്ക് വിഷമം വരുവാണെങ്കിൽ അത് ബാല ചിലപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ ബാലയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിലോ നമുക്ക് പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയല്ലേ വേണ്ടത്. ആ കാര്യത്തിൽ വിഷമമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉണ്ട്, കാസ്റ്റിംഗ് കോച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ ഒരു ന്യൂസ് കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആർക്കും അറിയാത്ത ഒരു ചിന്ന ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ. പ്രീതി സിന്ധാന്ന് ഒരു ഹിന്ദി നടിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ 15 ഗാങ്ങെല്ലാം ഇപ്പം ചുമ്മാ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പവർ ഗാങ് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ദാവൂദ് ഇബ്രാഹിം എല്ലാവർക്കും അറിയാലോ. ഒരു കാലഘട്ടത്ത് പറഞ്ഞു നടന്നത് എല്ലാ ആക്ട്രസും വിളിക്കും, പോയിരിക്കണം. അത് സിനിമ ബന്ധം ഇൻ്റർനാഷണൽ ഡോണാണ്. പ്രീതി സിന്ധാന്ന് പറയുന്ന നടി ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ നടിയേക്കാളും എനിക്കൊരു ക്യാരക്ടറുണ്ട്, ഡിഗ്നിറ്റി ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല പോടാന്ന് പറഞ്ഞു. അങ്ങനെയും പ്രതികരിക്കുന്ന ആളുകളുണ്ട്, ധൈര്യമായിട്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്, സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. എന്തായാലും ദാവൂദ് ഇബ്രാഹിം എൻ്റെ പൊന്നു, അയാൾ കൊറോണ വന്നല്ലേ അതിഥി മരിച്ചേ. എനിക്കങ്ങനെ തോന്നുന്നത്. കൊറോണ വന്നിട്ടൊക്കെ കണ്ട ഇടയ്ക്ക് അയാൾ മരിച്ചു, പിന്നെയും ജീവിച്ചു എന്നൊക്കെ കുറേ ന്യൂസ് കേട്ടിട്ട്. പിന്നെ കോവിഡ് സമയത്ത് അയാൾ കോവിഡ് വന്ന് മരിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും പ്രീതി സിന്ധ എന്തായാലും പൊളിച്ചടുക്കി വിട്ടല്ലോ. എന്തായാലും അത് നന്നായി. എത്ര വലിയ ഡോണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെണ്ണിൻ്റെ നാട്ടിൽ കേട്ടത് തന്നെ അത് വേറൊരു വൈബാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മളാരും. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ ഭയങ്കര വിഷയമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇവന്മാരുടെ ഡബിൾ മീനിങ് ടോക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു സെറ്റിൽ വെച്ചാണ്. അപ്പം സിനിമ ഇൻഡസ്ട്രി അല്ലേ, ഇതുപോലൊക്കെ കുറേ കാണുമായിരിക്കും. പിടിച്ചിട്ട് 4 കൊടുത്താൽ തീരാവുന്നതാണെങ്കിൽ എവിടാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അവർക്ക് അത്യാവശ്യം ടീമുണ്ട്, ഹോൾഡ് കാണും, പിന്നെന്താ പറയണ്ടേ, ഈ അവിടെ ഇവിടെയൊക്കെ ഒരു വിഷയം വന്നാൽ കൈകാര്യം ചെയ്യാൻ ആൾക്കാരൊക്കെ ഇവന്മാർക്കുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ബലത്തിൽ ആൾ കളിക്കുന്ന കുറേ ടീംസ് എൻ്റെയൊക്കെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇവന്മാരൊക്കെ. പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച്, ഇപ്പോൾ ബാലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് മൊത്തം. അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അദ്ദേഹത്തിനൊരു നല്ലൊരു അവസരം കൊടുത്താൽ അദ്ദേഹം എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു ആൾ തന്നെയാണ്. പ്രത്യേകിച്ച് അയാൾ പറയുന്ന ഏഷ്യാനെറ്റും മനോരമയും 24 ഒക്കെ ഒന്ന് വാ, അയാളെല്ലാം പറയാം. അയാൾക്കുണ്ടായ അനുഭവം. അങ്ങനെയാണെങ്കിൽ ഗോപിയേട്ടൻ പെടും, ഉറപ്പാണ്. ഗോപിയേട്ടൻ്റെ പല കാര്യങ്ങളും പുറത്തു വരണ്ടേ അവിടെ. ഗോപിയേട്ടൻ പെടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അയാളുടെ കാര്യങ്ങൾ തന്നെ അയാൾ ഓരോ വട്ടം എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഓരോ വർഷവും ഓണത്തിന് ഓരോ ഇതാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരാൻ, ഇപ്പം വിനയൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ കലാമണിയുടെ ആ വിഷയത്തിൽ ആ അവാർഡ് വരെ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അവാർഡ് പോലും കിട്ടിയില്ല. അതിനൊക്കെ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് ഇപ്പം പറയാതെ പറയുന്നത് ചില ആൾക്കാരുകൾ. എന്തായാലും എല്ലാം തെളിയട്ടെ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക്, ഷെയർ, സബ് എന്തായാലും ചെയ്യുക. എല്ലാവരും ലൈക്ക്. അപ്പോൾ ഗൈസ്, ലവ് യു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 2 മണിയായി. ബൈ. രാവിലെ എപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. ലവ് യു ഓൾ.